ശ്രീ പി ആർ ശിവശങ്ക, ലണ്ടനിലെ കച്ചവടക്കാരൻ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ അയാളുടെ മുൻ സുഹൃത്ത് ഷർഷാദ് പാർട്ടി നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ അഴിമതി, സാമ്പത്തിക തിരിമറി ആരോപണങ്ങളുണ്ട്. വിദേശ നിക്ഷേപ ചട്ടം ലംഘിച്ചതിന് ഇയാളുടെ ചെന്നൈയിലെ സെക്യൂരിറ്റി സർവീസസ് കമ്പനിക്കെതിരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ കമ്പനിയുടെ മറവിലാണ് പാർട്ടി മന്ത്രിമാർക്കും നേതാക്കന്മാർക്കും രാജേഷ് പണം അയച്ചത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര അന്വേഷണം പാർട്ടിയിലേക്കും നേതാക്കളിലേക്കും എത്തുമോ എന്ന ആശങ്കയാണ് ഷർഷാദ് കത്തിൽ പ്രകടിപ്പിച്ചത്. മാത്രമല്ല, ലോക കേരള സഭ, മലയാളം മിഷൻ, പാർട്ടിയുടെ സാംസ്കാരിക സംഘടനകൾ എന്നിവയുടെ മറവിൽ രാജേഷ് വൻതോതിൽ പണം പിരിച്ചതായി പറയുന്നു. കിഫ്ബി മസാല ബോണ്ടിലും ആഴക്കടൽ മത്സ്യബന്ധന കരാറിലും രാജേഷിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. പാർട്ടിയുടെയും സർക്കാരിൻ്റെയും ഉന്നതങ്ങളിലെ പിടിപാടിലൂടെ ചില കൊടുക്കൽ വാങ്ങലുകൾ രാജേഷിലൂടെ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ രാജേഷ് ഗോവിന്ദൻ്റെയും തോമസ് ഐസക്കിൻ്റെയും ശ്രീരാമകൃഷ്ണൻ്റെയും പി ശശിയുടെയും റഹീമിൻ്റെയും ഒക്കെ പെറ്റായി മാറിയത്. സാമ്പത്തിക നേട്ടമില്ലാതെ വെറും സൗഹൃദത്തിലൂന്നിയുള്ള ഇടപാട് മാത്രമായി ഇതിനെ കാണാനാവാത്തതിനാൽ ഷർഷാദിൻ്റെ കത്തിലെ ഉള്ളടക്കം നിസ്സാരവൽക്കരിക്കാനാകുമോ? ശ്രീ അനിൽ, ഇത്തരം കത്തുകളെ ഒരുപക്ഷെ പൊതുവെ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ദൃശ്യ മാധ്യമങ്ങളും ദൃശ്യ മാധ്യമങ്ങളും എല്ലാം അത്രയേറെ ഗൗരവത്തിൽ എടുക്കാറില്ല, നമുക്കറിയാം. പക്ഷെ ഈ കത്ത് ഒരു ഇദ്ദേഹത്തിന്റെ തന്നെ, കൃഷ്ണയുടെ തന്നെ, രാജേഷിന്റെ തന്നെ ഒരു ഡിഫമേഷണറി കേസിന്റെ ഭാഗമായി ഹൈക്കോടതിയിൽ എത്തുന്നു, ഡൽഹി ഹൈക്കോടതി എത്തുന്നു. അങ്ങനെയാണ് ഇപ്പോൾ വീണ്ടും പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് നേരത്തെയും ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. ഇതിന്റെ മറ്റു ഭാഗങ്ങളെക്കുറിച്ച്, താങ്കൾ പറഞ്ഞ സിനിമയുടെ ഭാഗത്തെക്കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബ കോടതിയിലെ കേസുകളെ സംബന്ധിച്ചും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കത്ത് അത് ഒരു ഡോക്യുമെന്റായി അല്ലെങ്കിൽ ഒരു തെളിവായി തന്നെ ഇതിലെ പറയുന്ന രണ്ടാമത്തെ ആള്, ഇപ്പോൾ നമ്മളെല്ലാം പറയുന്ന ഒരു അവതാരമെന്നോ അല്ലെങ്കിൽ CPM-ന്റെ നേതാക്കളുടെ എല്ലാം ഇഷ്ടത്തോഴനെന്നോ വിളിക്കുന്ന ഒരാൾ തന്നെ ഈ കത്ത് ഒരു ഡോക്യുമെന്ററി എവിഡൻസ് ആയി കൊടുത്തപ്പോഴാണ് ഈ കത്തിന് മറ്റ് ചില മാനങ്ങൾ എത്തിയിട്ടുള്ളത്. ഇത് ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഈ കത്തിൽ പറയുന്ന പല കാര്യങ്ങളും ഒരു പക്ഷേ ഇന്ന് നമ്മൾ ഈ സംസ്ഥാന ഗവൺമെന്റിനെതിരെയും പാർട്ടിയുടെ ഒന്നാം CPM പിണറായി സർക്കാരിലെ പല പ്രധാനപ്പെട്ട മന്ത്രിമാർക്കെതിരെയും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതിശക്തമാണ്. ഇവർ തമ്മിലുള്ള ബന്ധം വളരെ ശക്തമായി തെളിയിക്കുവാൻ, വളരെ ശക്തവും വളരെ ഗാഢവും എന്ന് തെളിയിക്കുവാൻ പോകുന്നതാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഇവിടെ ആരും എതിർക്കാത്ത ഒരു കാര്യം, ഈ ഷർഷാദിന്റെ, ഈ വ്യവസായിയുടെ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു പ്രശ്നം, പേഴ്സണൽ ഒരു ലോണിന്റെ ഇഷ്യൂ ഫെഡറൽ ബാങ്കിൽ, എറണാകുളത്തെ ഫെഡറൽ ബാങ്കുമായിട്ട് ഉണ്ടാകുന്നു. നോക്കൂ, ഒരു വ്യക്തിയുടെ CPM-വുമായോ അല്ലെങ്കിൽ മറ്റ് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പേഴ്സണൽ ഇഷ്യൂ, അത് ഇടപെടാൻ വേണ്ടി സംസ്ഥാനത്തെ ധനമന്ത്രി നേരിട്ട് ബാങ്ക് ചെയർമാനെയും അതിന്റെ MD-യെയും വിളിക്കുന്നു എങ്കിൽ എത്രത്തോളം ശക്തമായിരിക്കും ഈ പറയുന്ന രാജേഷ് കൃഷ്ണയുടെയും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെയും ബന്ധം എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോ ഇത്തരം ബന്ധങ്ങളിലെ ഒരു ഉദാഹരണം മാത്രം പറയുന്നത്, ആ കത്തിന് ധാരാളം അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫിഷറീസ് മിനിസ്ട്രിയിലെയും അതുപോലെ തന്നെ പല മിനിസ്ട്രിയിലെയും ബന്ധങ്ങൾ, രാമകൃഷ്ണനായിട്ടുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം പറയുന്നുണ്ട്. ഞാൻ ഒരു പ്രധാനപ്പെട്ട ഫിനാൻസ് മിനിസ്ട്രിയുമായിട്ട് ഈ പറയുന്ന എല്ലാ ആളുകൾക്കും ഉള്ള ബന്ധം, അത് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. ആ ബന്ധം അന്വേഷിച്ചാൽ മനസ്സിലാകും എന്തൊക്കെ രാഷ്ട്രീയ സാമ്പത്തിക ഇടപെടലുകളാണ് ഇവർ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകും. ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിൽ എനിക്കറിയാവുന്ന ധാരാളം CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് സാമ്പത്തിക പ്രശ്നമുണ്ട്, പല ബാങ്കുകാരും പ്രശ്നമുണ്ട്, പലരും വളരെ ബുദ്ധിമുട്ടിലാണ്, എല്ലാവരും അഴിമതിക്കാരൊന്നുമല്ല. പക്ഷെ അതൊന്നും ആ കാലത്ത് ഇടപെടാതെ ഈ വ്യക്തിയുടെ മാത്രം സാമ്പത്തിക ഇടപാടിൽ അദ്ദേഹത്തെ രക്ഷിക്കുവാനായിട്ട്, അത് ഒരു കേരള ഗവൺമെന്റ് സ്ഥാപനമൊന്നുമല്ല,
ഫെഡറൽ ബാങ്ക് പോലെയുള്ള ഒരു ബാങ്കിനെ നിർബന്ധിച്ച് ശക്തിയായി ഇടപെട്ടുകൊണ്ട് ആ ബാങ്കിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു എന്ന് ഈ കത്തിൽ പറയുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഈ കത്തിൽ പറയുന്ന പല കാര്യങ്ങൾക്കും അതിന് സാമ്പത്തികമായ ഇടപെടലിന്റെ തെളിവുകളുണ്ട്, അതിന് കൃത്യമായ ഒരു രാഷ്ട്രീയ പരമായ രീതികളുണ്ട്. CPM-ന് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത രീതിയിലുള്ള പല തെളിവുകളും ഈ കത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതുപോലെ തന്നെയാണ് ഇപ്പോ അദ്ദേഹം പറയുന്ന ചെന്നൈ ബേസ്ഡ് സെക്യൂരിറ്റി സർവീസിന്റെ കാര്യം. നോക്കൂ, അതിന്റെ കാര്യത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം ഒരു 99% ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ബാക്കിയുള്ള ചില കാര്യങ്ങൾ എനിക്ക് തെളിവ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നോക്കൂ, അത്തരം ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ മിനിമം ചെയ്യേണ്ട കാര്യങ്ങൾ, അതിന്റെ പുറകിൽ എത്രത്തോളം ഒരു സെക്യൂരിറ്റി ഏജൻസീസ് അല്ലെങ്കിൽ ഒരു വിദേശ സെക്യൂരിറ്റി ഏജൻസീസ് ഇവിടെ തമിഴ്നാട്ടിൽ വന്ന് തുടങ്ങുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാര്യ പിതാവ് അതിന്റെ ഷെയർ പാർട്ണർ ആകുന്നു. അയാൾക്ക് എന്ത് എക്സ്പീരിയൻസ് ആണുള്ളത്? അന്ന് തന്നെ ഏതാണ്ട് 70 വയസ്സോളമുള്ള റിട്ടയർഡ് ഒരു റെയിൽവേ ഓഫീസർ, ഒരു സാധാരണ റെയിൽവേ ഓഫീസർ, അയാൾക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്? ഇദ്ദേഹത്തിനും സെക്യൂരിറ്റി ബിസിനസ്സുമായിട്ട് യാതൊരു എക്സ്പീരിയൻസും ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ബയോഡാറ്റ വായിക്കുമ്പോൾ മനസ്സിലാവും അദ്ദേഹം ജേർണലിസ്റ്റോ അല്ലെങ്കിൽ മറ്റെന്തൊക്കെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ലണ്ടനിലെ ഒരു പ്രധാനപ്പെട്ട സെക്യൂരിറ്റി ഏജൻസി കമ്പനി വന്നിട്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കുന്നു, കോടിക്കണക്കിന് രൂപ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്നു, എന്നിട്ട് വിദേശ നിയമങ്ങളെല്ലാം, വിദേശ ഇൻവെസ്റ്റ്മെന്റ് നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സ്ഥാപനം അവിടെ തുടങ്ങുകയും, സ്ഥാപനം തുടങ്ങുക മാത്രമല്ല കേട്ടോ, അദ്ദേഹം ആരോപിക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ AR റഹ്മാനിന്റെ ഇതിന്റെ സ്റ്റുഡിയോന്റെ സെക്യൂരിറ്റി ഏജൻസീസ് വർക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യ ക്രിക്കറ്റിന്റെ മാച്ചിന്റെ സെക്യൂരിറ്റി സർവീസ് കിട്ടുന്നു. ഇത്തരത്തിലുള്ള വലിയ വലിയ സെക്യൂരിറ്റി സർവീസുകൾ അവർക്ക് കിട്ടുന്നു, അത്തരത്തിലുള്ള വലിയ ബിസിനസ് ചെയ്യുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ സ്ഥാപനത്തിന് വഴിവിട്ട ചില തീരുമാനങ്ങളും സപ്പോർട്ടും ഉണ്ടായിട്ടുണ്ട്. അത് DMK ഗവൺമെന്റിന്റെ അടുത്ത് നിന്നാണോ അല്ലെങ്കിൽ കേരള ഗവൺമെന്റിന്റെ അടുത്ത് നിന്നാണോ എന്ന് അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങുന്നു, ആ സ്ഥാപനത്തിന് ഒരു നിലവിൽ ഒരു തുടക്ക സ്ഥാപനത്തിനേക്കാൾ അധികം വലിയ രീതിയിലുള്ള പിന്തുണ, രാഷ്ട്രീയ പിന്തുണ അല്ലാതെ ഇത്തരം ഒരു സ്ഥാപനത്തിന് ഈ പിന്തുണ കിട്ടില്ല, വലിയ ബിസിനസ് കിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതല്ലെങ്കിൽ അത്ര വലിയ ഇംഗ്ലണ്ടിലെ സ്ഥാപനമായിരിക്കാം. ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടുത്തെ സ്ഥാപനത്തിന് പോലും ഇത്തരം വലിയ ഒരു എക്സ്പീരിയൻസോ ഒന്നുമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിന് വഴിവിട്ട രീതിയിൽ പിന്തുണ, രാഷ്ട്രീയ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. അത് DMK നിന്നാണോ CPM നിന്നാണോ എന്ന് പറയേണ്ടത് CPM-ന്റെ സംസ്ഥാന നേതാക്കളാണ്. അല്ലെങ്കിൽ ഞങ്ങളൊന്നും പിന്തുണച്ചിട്ടില്ല, അതിനെന്തുകൊണ്ട് കിട്ടി? ഒരു റെയിൽവേയുടെ ഒരു സാധാരണ ഒരു റിട്ടയർഡ് ഓഫീസർ, ഒരു വളരെ ലോ റാങ്കിലുള്ള ഓഫീസർ, അദ്ദേഹം തുടങ്ങുന്ന ഒരു സെക്യൂരിറ്റി ഏജൻസിക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അതിലും കാര്യമായ തെറ്റുകളുണ്ട്. ഇനി നോക്കൂ, ഇനിയാണ് അതിനേക്കാൾ അപകടകരമായ രീതിയിൽ ഇന്ത്യയുടെ നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് വിദേശത്തുനിന്ന് ഫണ്ട് വരുന്നു. വിദേശത്തുനിന്ന് ഫണ്ട് വരുന്നു എന്ന് മാത്രമല്ല, അത് ഇന്ത്യയിലെ ഫെമയെയും അതുപോലെ തന്നെ സെക്യൂരിറ്റി ആക്ടിനെയും അതേപോലെ തന്നെ ഇന്റർനാഷണൽ ഏജൻസികളെല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഫണ്ട് വരുന്നു. അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ, DIG തന്നെ അത് ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഉത്തരവിടുന്നു. അപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ഫിനാൻഷ്യൽ ഡീറെഗുലേഷൻ നടന്നിട്ടുണ്ട്, ഫ്രോഡ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ കുറ്റത്തിലെ പിതാവിനെ വെച്ചുകൊണ്ട് മറയായി ഒരു ഫ്രോഡ് കാണിച്ച ഒരാളാണ് ഈ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു സംഘടനയിലേക്ക്, അതിന്റെ CC-യിലേക്ക് വന്ന ആള്, അല്ലെങ്കിൽ അതിന്റെ ലണ്ടന്റെ ഒരു പ്രതിനിധിയായി, ബ്രിട്ടന്റെ പ്രതിനിധിയായി ഈ ലോക്സഭയിലും അഖില കേരള സഭയിലും അതുപോലെ തന്നെ അവരുടെ പാർട്ടി കോൺഗ്രസിലും എത്തിയ ആള് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് സൂചിപ്പിക്കുന്നത് ഈ വ്യക്തിക്ക് സംഘടനയുമായി, പ്രത്യേകിച്ച് ഭരണ സ്ഥാപനങ്ങളുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് തന്നെയാണ്. ഇതിലാർക്കും തർക്കമില്ലല്ലോ. ഇത്രയേറെ ഞാൻ ദീർഘമായ കത്തിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്, ഞാനത് സൂചിപ്പിക്കാത്തത് നമുക്ക് സമയ ലഭ്യത കുറവുകൊണ്ടാണ്. അപ്പോൾ ഇത്തരം ബന്ധങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഇതിനു ശേഷമാണ് മറ്റൊരു വലിയ തട്ടിപ്പിന്റെ കഥ ഈ കത്തിൽ പറയുന്നത്. ശുചിത്വ സാഗരം എന്ന ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട്, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ പ്ലാനിങ്ങുകൾ നടക്കുന്നു. ഈ പദ്ധതി ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പദ്ധതി കേൾക്കുന്നത്. ഇതിനെക്കുറിച്ച് വിദേശ ഏജൻസികളെ കുറിച്ചൊക്കെ ഇതിനെ ഇൻവെസ്റ്റ്മെന്റുമായിട്ട്
ഒരു വലിയ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഉണ്ടാക്കുന്നു. അതിൽ ബ്രിട്ടീഷുകാരനായ ഒരാളും മറ്റ് കുറെ ആളുകളും ചേർന്നിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള വലിയ പത്രസമ്മേളനങ്ങളും കാര്യങ്ങളും നടത്തുന്നു എന്നാണ് ഈ കത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ പേരിലും വലിയ ഫണ്ട് പിരിച്ചെടുക്കുന്നു. ഇതിന്റെ പേരിൽ വലിയ ഫണ്ട് പിരിച്ചെടുത്ത് ഇതിനെക്കുറിച്ച് ഒന്നും നടക്കുന്നില്ല. നമുക്കറിയാം അങ്ങനത്തെ ഒരു പദ്ധതി നടന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പദ്ധതി നടന്നെങ്കിൽ സംസ്ഥാന ഗവൺമെന്റോ അന്നത്തെ ഫിഷറീസ് മന്ത്രിയോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോ കൃത്യമായിട്ട് നമ്മളോട് പറയണമല്ലോ, ഇങ്ങനെ ഒരു പദ്ധതി നടന്നിട്ടുണ്ട്, ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് ബ്രിട്ടനിൽ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് ഇത്ര രൂപ വന്നിട്ടുണ്ട്, ഇതാണ് ഇവിടെ എല്ലാം നടന്നിട്ടുള്ളത്. അതല്ലെങ്കിൽ അവർ പറയണം ഇങ്ങനെ ഒരു പദ്ധതിയെ നടന്നിട്ടില്ല, ഈ പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അറിയില്ല, ഇതിനെക്കുറിച്ച് ഇയാൾ ചെയ്ത പ്രസ്താവനകളും പത്രസമ്മേളനങ്ങളും എല്ലാം തികച്ചും രാഷ്ട്രീയ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് വിരുദ്ധമായിരുന്നു, ഈ കക്ഷിയെക്കുറിച്ച് ഞങ്ങൾ നടപടിയെടുക്കും എന്നെങ്കിലും പറയണ്ടേ? അപ്പൊ ഇത് രണ്ടും പറയുന്നില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു പദ്ധതി ഉണ്ടായിരുന്നോ ഇല്ലയോ, ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് വിദേശത്ത് നിന്ന് ഫണ്ട് വന്നോ, ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് മുതൽ മുടക്കിയത് ആരൊക്കെയാണ്, ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇവരെ ഏൽപ്പിച്ചത് അല്ലെങ്കിൽ ഏൽപ്പിക്കാഞ്ഞത്, ഇതിനെക്കുറിച്ച് ടെൻഡർ വന്നിട്ട് ഇതിന്റെ സ്ഥിതി എന്തായി, ഏൽപ്പിച്ചിട്ടാണോ ഈ ഫണ്ട് വന്നത്, എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രസ് കവറേജും ബാക്കി കാര്യങ്ങളും സംസ്ഥാന സർക്കാരും കൈരളി ടി വി അടക്കമുള്ള എല്ലാവരും ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നടന്നിരുന്നു. അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഒരു പദ്ധതിയെ വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടന്നിരുന്നു, അതിന് ശ്രമം നടന്നിരുന്നു, അതിന് വിദേശിയായ ഒരു മാത്യു അടക്കമുള്ള മറ്റ് പലരും ഇതിന്റെ കൂടെ നടന്നിരുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്തെ ഈ കത്തിൽ സൂചിപ്പിക്കുന്ന പല നേതാക്കളുമായും എം പിമാരുമായും മുൻ മന്ത്രിമാരുമായും ഇദ്ദേഹത്തിന് നേരിട്ട് ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിന്റെ പേരിൽ പല രീതിയിലുള്ള ബിസിനസ് തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. ആ തട്ടിപ്പുകളുടെ ഭാഗമായി ലോക കേരള സഭയിലേക്ക് വന്ന പലരുടെ കയ്യിൽ നിന്നും സിനിമയ്ക്കായിട്ട് ഈ ചെന്നൈയിൽ തുടങ്ങിയിട്ടുള്ള സെക്യൂരിറ്റീസ് ഏജൻസിയുടെ ഭാഗമായിട്ട്, അതുപോലെ തന്നെ ശുചിത്വ സാഗരം പദ്ധതിയുടെ ഭാഗമായിട്ട്, പിന്നെ അറിയപ്പെടാത്ത മറ്റു ദീർഘമായ കുറെ കാര്യങ്ങൾ ഇതിൽ വിവരിക്കുന്നുണ്ട്. ഞാൻ അതിലൊന്നും എനിക്ക് കൃത്യമായ തെളിവുകൾ കിട്ടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു.